SSCന്റെ ഫേസ് 30 പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം പ്രശ്നങ്ങൾ അതിൽ നേരിട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ നടക്കാൻ പോകുന്ന സ്റ്റെനോഗ്രാഫർ എക്സാം ഇന്ന് രാവിലെ കൂടി എന്റെ അടുത്തൊരു സുഹൃത്ത് വന്നിട്ട് ചോദിച്ചതേ ഉള്ളൂ, അഡ്മിറ്റ് കാർഡ് കിട്ടിയില്ലല്ലോ പരീക്ഷയായെന്നുള്ള പറഞ്ഞൊരു കാര്യം. അതുപോലെ തന്നെ മുമ്പോട്ട് SSCന്റെ പരീക്ഷ നിങ്ങൾ എഴുതാൻ പോകുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. ആക്ച്വലി ഇങ്ങനെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യാറ് തന്നെ റയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് വന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാറുള്ളൂ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നോർത്തിലൊക്കെ നടക്കുന്ന ഇഷ്യൂവും കാര്യങ്ങളൊക്കെയാണ്. വലിയൊരു ജനക്കൂട്ടം തന്നെ, ജനക്കൂട്ടമല്ല സ്റ്റുഡൻസിന്റെ ഒരു കൂട്ടം തന്നെ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഫോട്ടോയിലൂടെയൊക്കെ അത് വ്യക്തമാണ് എത്രമാത്രം കുട്ടികളാണ് ഇതിന് പ്രതിഷേധിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സാമിനേഷൻ ഇപ്പം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു എക്സാമിനേഷൻ ഇല്ലേ, അതിന് ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെന്റർ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോഴിക്കോട് സെന്റർ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരുവനന്തപുരം പോയിട്ട് എക്സാം എഴുതേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത് വെറും ഒരു ഉദാഹരണത്തിന് മാത്രമാണ്. ഇപ്പൊ കേരളത്തിലുള്ള പിള്ളേർക്ക് അത്ര വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരും എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇതിന്റെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. ഇത് കൂടാതെ നാഷണൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടിയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഇതെല്ലാവരും അറിയേണ്ട കാര്യമാണ്. അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിന് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എതിരായിട്ട് എന്തൊക്കെ സ്റ്റെപ്സ് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെതിരെ പോസ്റ്റ് ഇട്ടിട്ടുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ അക്കൗണ്ട് ബാൻ ചെയ്തു എന്നുള്ളൊരു ന്യൂസും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട്. നമ്മുടെ അഗ്നിവീറൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, വലിയൊരു പ്രതിഷേധമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതുപോലെയാണ് എനിക്ക് ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഇത്രയധികം പേര് ഇതിന് സമരം ചെയ്യേണ്ടെങ്കിൽ അത്ര വലിയൊരു പ്രശ്നം തന്നെ നടന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം. ഓരോരോ ഫോട്ടോസും കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതാണ്. അതുപോലെ തന്നെ ഈ ഉദ്യോഗാർത്ഥിന്റെ സംസാരം ലൈക്ക് ഉദ്യോഗാർത്ഥി കൊടുത്തിട്ടുള്ള ആ ഒരു റിപ്പോർട്ടിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭാരത് ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാനാണോ SSC എക്സാം നടത്തുന്നതെന്നാണ് അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം അത്ര ദൂരത്തോളം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 500 കിലോമീറ്റർ സ്വന്തം വീട്ടിൽ നിന്ന് 500 കിലോമീറ്റർ ദൂരത്തോളം എക്സാം എഴുതാൻ പോകേണ്ടി വന്ന ഒരു ഉദ്യോഗാർത്ഥിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടാതെ നോർത്തിൽ നിന്ന് സൗത്ത് വരെയൊക്കെ എക്സാം സെന്റർ കിട്ടിയിട്ടുള്ള ഉദ്യോഗാർത്ഥി ഉണ്ടായിരുന്നു. 1000 കിലോമീറ്ററിന്റെ അടുത്തൊക്കെ യാത്ര ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത്ര വലിയ ഇഷ്യൂ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ SSC CGL എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നുണ്ട്. ആ എക്സാമിനേഷൻ ഏകദേശം 30 ലക്ഷം ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് 13-ാം തീയതി ഓഗസ്റ്റ് 13-ാം തീയതി മുതൽ ആ ഒരു പരീക്ഷ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതെങ്ങനെ SSC മാനേജ് ചെയ്യും? കൃത്യമായി പറഞ്ഞാൽ SSCന്റെ ഒരു വെണ്ടർ മാനേജ് ചെയ്യുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. SSC എക്സാം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ നമ്മുടെ ചാനൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. അതുപോലെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കൂടി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പൊ ഇതിൽ ഓരോരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് ഈ SSCന്റെ ഫേസ് 13 എക്സാമിനേഷൻ കഴിഞ്ഞ സമയത്ത് എല്ലാവരും ട്വിറ്ററിൽ അതായത് എക്സിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു SSC വെൻഡർ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു കാര്യം. അത് കൂടാതെ SSC മിസ്മാനേജ്മെന്റ്, ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിനൊക്കെ കാരണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിനു മുമ്പ് TCS എന്ന് പറയുന്ന ടാറ്റന്റെ ഒരു കമ്പനി ആയിരുന്നു നമ്മുടെ വെൻഡർ ആയിട്ട് നമുക്ക് പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ചെറിയ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വലിയ മേജർ ഇഷ്യൂ ആയിട്ടൊന്നും അത് കാണാനായിട്ട് സാധിക്കത്തില്ല. ഇങ്ങനെ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പം നടന്ന 2-3 ഇഷ്യൂസ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇത്രയും ദൂരം ഉദ്യോഗാർത്ഥി, അത് തന്നെ വലിയൊരു ഇഷ്യൂ ആണ്. 1000 കിലോമീറ്റർ ഒക്കെ താണ്ടി എന്നാണ് പറഞ്ഞത് പരീക്ഷ എഴുതാൻ വേണ്ടി മാത്രം. അത് വലിയൊരു ഇഷ്യൂ ആണ്. ഇതൊക്കെ റിപ്പോർട്ടിന്റെ ബേസിൽ ഞാൻ പറയുന്നതാണ്. അപ്പോൾ 1000 കിലോമീറ്റർ താണ്ടി വന്ന് പരീക്ഷ എഴുതുന്നു. അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൗസ് വർക്ക് ചെയ്യുന്നില്ല. മൗസ് വർക്ക് ചെയ്യാത്തൊരു പ്രശ്നം വരുന്നു. എത്ര നാള് പഠിച്ച നമ്മൾക്ക് നോർത്തിലുള്ള പീപ്പിൾസിനൊക്കെ അറിയാവുന്നതാണ്. കേരളത്തിലുള്ളവരങ്ങനെ ചെയ്യുന്നില്ല എന്നല്ല, കേരളത്തിലുള്ളവരുണ്ട്. ഫേസ് 30 എന്ന് പറയുന്ന എക്സാമിന് എത്ര ഫോക്കസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ അതിന്റെ ഡാറ്റ എടുത്തിട്ടില്ല. പക്ഷെ ഫേസ് 30ക്ക് നോക്കുന്നവരുണ്ട്. ഫേസ് 30 ഒന്ന് ആദ്യമായിട്ട് എന്റെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു SSCയിലേക്ക് ഇപ്പൊ ഇറങ്ങാനിരിക്കുന്നവർ. അപ്പോൾ ഫേസ് 30 ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എടുത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഈ ഒരു എക്സാം കണ്ടിട്ട് അവർക്ക് തന്നെ ഒരു സങ്കടം ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ചിലവർക്കൊക്കെ അടുത്ത് തന്നെ സെന്ററും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാത്ത ഉദ്യോഗാർത്ഥികൾ, SSC എക്സാമിന് ആദ്യമായിട്ട് അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായിട്ടും ഇതിന് വലിയൊരു പേടിയോടുകൂടിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. SSC MTSന് അപേക്ഷിച്ചിട്ടുണ്ട്, CGL CHSL ഇതിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും ഫേസ് ചെയ്യാൻ എന്റെ അടുത്ത് ഇങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് പോയിന്റിലേക്ക് തിരിച്ചു വരാം. ഉദ്യോഗാർത്ഥികൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഈ ഓരോരോ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും ദൂരം കിലോമീറ്റർ താണ്ടി ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതാൻ വരുന്നു, ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൗസ് വർക്ക് ചെയ്യുന്നില്ല, അത് മറ്റൊരു പോയിന്റ്. പെട്ടെന്ന് നമ്മളുടെ
ഡിസ്പ്ലേ, അതായത് നമ്മുടെ സിസ്റ്റം ഓഫായി പോവുകയാണ് ചെയ്തത്. അത് മറ്റൊരു പ്രശ്നം. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ബയോമെട്രിക്, ഒന്നോ രണ്ടോ പ്രശ്നങ്ങളല്ല, ഒരുപാടധികം ഇഷ്യൂ ആണ്. നമ്മുടെ കേരളത്തിൽ ഒരു ഉദ്യോഗാർത്ഥി, എനിക്ക് അറിയുന്ന പരിചയമുള്ള ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യം, എനിക്ക് തോന്നുന്നു കർണാടകയിലാന്ന് തോന്നുന്നു, അങ്ങോട്ട് ഒരുപാട് പേർക്ക് പരീക്ഷാ സെന്റർ കിട്ടിയിട്ടുണ്ട്. ഏതോ സെന്ററിൽ കറണ്ട് പോയിട്ട് ഇലക്ട്രിക് ഫെയിലർ, കറണ്ട് പോയതിനു ശേഷം സിസ്റ്റം ഓഫായി പോയെന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സാം നടക്കുന്ന സ്ഥലത്തിന്റെ അടുത്ത്, ഇതൊക്കെ നാഷണൽ മീഡിയയിലും അതുപോലെ പലരുടെ ഇന്റർവ്യൂന്നും കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്, ഞാനായിട്ട് പറയുന്നതല്ല. അതുപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. എക്സാം നടക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് DJ പാർട്ടി പോലുള്ള കാര്യങ്ങൾ നടക്കുന്ന അത്രയധികം സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് പോരായിട്ട് നമ്മുടെ ഈ പരീക്ഷ നടത്തുന്ന, അതായത് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു എഡ്യൂക്കേറ്റി നടത്തിക്കൊണ്ടിരിക്കുന്ന പരീക്ഷ വെണ്ടറിന്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഇൻവിജിലേറ്റർ റീൽസ് എടുത്തു, ഒരു വുമൺ ആണ് റീൽസ് എടുത്തു എന്ന് പറയുന്ന ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണ് സംഭവിക്കുന്നത് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു എക്സാം, സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാം നടക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ SSC എക്സാം നടക്കുക എന്ന് പറഞ്ഞിട്ട് റീൽസ് ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, റെയിൽവേയിൽ വരെ നോർമൽ പീപ്പിൾസ് റീൽ ഷൂട്ട് ചെയ്യാൻ പാടില്ല. അവരുടെ ജീവന് ശരിയാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇത്രയും പ്രധാനപ്പെട്ട ഒരു എക്സാം നടക്കുന്നതിന്റെ ഇടയിൽ ഇൻവിജിലേറ്റർ ആയിട്ടുള്ള ഒരാള് റീൽസ് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒപ്പീനിയൻ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇങ്ങനെ നിരവധി അധികം പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഇതിനൊക്കെ കാരണം? നമുക്കിപ്പോ എന്താണ് ചെയ്യാൻ പറ്റുക? കാരണം മുമ്പോട്ട് നമ്മൾ എനിക്കറിയാം, ഒരുപാട് കുട്ടികൾ വളരെ ദുരിതത്തിൽ നിന്ന് പഠിച്ച് ഇതിനു വേണ്ടിയിട്ട് 1.5 വർഷമായിട്ട് ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. TCS എക്സാം നടത്തുന്ന സമയത്ത് 1-2 മാർക്കിനൊക്കെ പോയവർ വീണ്ടും ഇരുന്ന് പഠിക്കുന്നുണ്ട്. സിലബസ് മാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സിലബസിലൊന്നും യാതൊരു മാറ്റമില്ല. എക്സാമിന്റെ പാറ്റേണിലും പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുമാണ് നിലവിലുള്ളത്. ഇതിപ്പോ നോർത്തിലാണ് കൂടുതലായിട്ട് സംഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സൗത്തിൽ, അത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കുറച്ചധികം പേര് എൻ്റെ അടുത്ത് ഇഷ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈയിടെ കണ്ടൊരു പ്രശ്നമായിരുന്നു, നമ്മൾ എക്സാമിനേഷന് വേണ്ടിയിട്ട് സാധാരണ 4 ദിവസം മുമ്പൊക്കെ ആയിരുന്നു നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ പറഞ്ഞെന്ന് തോന്നുന്നു, ഈ വീഡിയോന്റെ ഇടയിൽ പറഞ്ഞെന്ന് തോന്നുന്നു, ഇന്ന് രാവിലെ വരെ ഒരു സഹോദരി എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയാണ്, സ്റ്റെനോഗ്രാഫറിന്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല, നാളെയോ മറ്റന്നാളായിട്ടാണ് പരീക്ഷ, 2 ദിവസമേ ഉള്ളൂ, 2-3 ദിവസത്തിനുള്ളിൽ അഡ്മിറ്റ് കാർഡ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നവും കാര്യങ്ങൾ, ഡേറ്റ് അല്ല, അതിൽ കൃത്യമായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും വരുന്നില്ല, പ്രിന്റ് വരുന്നില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് പലരും ഉന്നയിച്ചിട്ടുള്ളത്. ഇതിനൊക്കെ കാരണമായിട്ട് വന്നിട്ടുള്ളത് എഡ്യൂക്കേറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയൊരു വെണ്ടർ SSCക്ക് വന്നിട്ടുണ്ടായിരുന്നു. TCS, ടാറ്റന്റെ തന്നെ കമ്പനി ആയിട്ടുള്ള TCS ആയിരുന്നു ഇത്ര നാളും ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതായത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോ ഈ ഒരു വെണ്ടർ വന്നതിന് ശേഷം ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു എഡ്യൂക്കേറ്റി എന്ന് പറയുന്ന ഈ ഒരു വെണ്ടറിനെ ഇതിനു മുമ്പ് ബാൻ ചെയ്തിട്ടുള്ളതാണ്, അതായത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ബാൻ അല്ല, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തതാണ് 2020. അതിന്റെ കൃത്യമായിട്ടുള്ള ഡാറ്റയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ആ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം. ആ ലിസ്റ്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എഡ്യൂക്കേറ്റി കരിയർ ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ്, അത് കൃത്യമായിട്ട് ഇന്നെലിജിബിൾ ആണ്, ഇങ്ങനെയുള്ള എക്സാമിനേഷൻ നടത്താനായിട്ട് ഇന്നെലിജിബിൾ ആണ്. എന്നിട്ടും കൃത്യമായിട്ട് ഒരുപാടധികം ടെൻഡേഴ്സും കാര്യങ്ങൾ, അതായത് ഇങ്ങനെയുള്ള വെണ്ടർ ആയിട്ട് പ്രവർത്തിക്കാനൊക്കെയുള്ള കാര്യങ്ങൾ ഇവർക്ക് കിട്ടി എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അവർ പ്രവർത്തിച്ചോട്ടെ, ഇല്ലാതിരുന്നോട്ടെ, പക്ഷെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഇത് നടത്തുന്നത് എന്നുള്ളത് വളരെയധികം ദുരിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് കൂടാതെ ഉദ്യോഗാർത്ഥികൾ, അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. 500 മുതൽ, കൃത്യമായിട്ടുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, 500 മുതൽ 1000 കിലോമീറ്റർ ദൂരം വരെ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതൊക്കെ SSCന്റെ എക്സാം നടന്നിട്ടുള്ള ഒരു സെന്റർ ആണ്. അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത, ബാത്റൂം ഇല്ല, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത സ്ഥലത്താണ് എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നത്. നമുക്ക് പ്രോബ്ലങ്ങൾ എടുത്തു പറയാൻ ഭയങ്കര എളുപ്പമാണ്, പക്ഷെ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിനി ഇങ്ങനെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന SSC GD അടക്കമുള്ള ഒരുപാടധികം എക്സാം മുമ്പിലേക്ക് വരുന്നുണ്ട്. അതിലൊന്നും ഈ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനാണ് നമ്മൾ ഇപ്പോഴേ ഇതിനെന്തെങ്കിലും ചെയ്യണം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബയോമെട്രിക് ടെസ്റ്റ് നടക്കാതിരിക്കുന്നതാണ്, ബയോമെട്രിക് ടെസ്റ്റ് അവിടെ നടന്നിട്ടില്ല, ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരുപാടധികം അഡ്മിറ്റ് കാർഡിന്റെ കാര്യം, ദി അഡ്മിറ്റ് കാർഡ് നോട്ട് ഇഷ്യൂഡ് വെൻ 2 days ബിഫോർ എക്സാമിനേഷൻ. നാഷണൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. 2 ദിവസം മുമ്പായിട്ട് പോലും എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് വന്നിട്ടില്ല. അഡ്മിറ്റ് കാർഡ് ഫോർ എക്സാമിനേഷൻ ആസ് ഗിവൻ 4 days ഇൻ അഡ്വാൻസ്. 4 ദിവസം മുമ്പ് തരുന്ന പറഞ്ഞിട്ടും 2 ദിവസം പോലും ആയിട്ടും തന്നിട്ടില്ല. പരീക്ഷയ്ക്ക് 2 ദിവസമേ ഉള്ളൂ, എന്നിട്ടും തന്നിട്ടില്ല എന്നുള്ളൊരു റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇങ്ങനെ ഒരുപാടധികം ഇഷ്യൂ ഇതിന്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് എഴുതാൻ പോകുന്ന പരീക്ഷയിലും ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങൾ വരാതെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പൊ നിലവിൽ SSCക്ക് മെയിൽ ചെയ്യാന്നുള്ളൊരു കാര്യം തന്നെയാണ്. SSCന്റെ ഒഫീഷ്യൽ സൈറ്റിൽ SSCന്റെ മെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എല്ലാവരും അറിയണം. അറിഞ്ഞു വരുമ്പോൾ തന്നെ ഒരുപാടധികം ഇഷ്യൂ കുറക്കാനായിട്ട് സൊസൈറ്റിയിൽ നിന്നും പല സ്ഥലങ്ങളിലുള്ള പ്രഷർ ഉണ്ടാകുമ്പോൾ ഒരുപാടധികം ഇഷ്യൂ കുറക്കാനുള്ള സാധ്യത കൂടുതലാണ്.
തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് കൂടുതലാണ്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അറിയിച്ചത്. അല്ലാണ്ട് ഒരു കമ്പനിയുടെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെയോ തെറ്റുകൾ എടുത്ത് കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് നെക്സ്റ്റ് ടൈം ഇത് എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ളത്. സോ മാക്സിമം ഇതെല്ലാവരും നിങ്ങൾ അവെയർ ആക്കി നിർത്തുക. ഇങ്ങനെ വലിയൊരു ഇഷ്യൂ ആണ്. നമ്മൾ പറയുന്നത് പോലെയല്ല, നമ്മളിപ്പോ ഇരുന്ന് സംസാരിച്ചത് പോലെയല്ല. ഉദ്യോഗാർത്ഥികൾ വർഷങ്ങളെടുത്ത് പഠിച്ച് 2 വർഷവും അതുപോലെ തന്നെ 1.5 വർഷമൊക്കെ എടുത്ത് പഠിച്ച എക്സാമിനേഷന് കൃത്യമായിട്ട് മൗസ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു വേദന മനസ്സിലായിട്ടോ. മൗസ് വർക്ക് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് സ്ക്രീൻ ആക്റ്റീവായിട്ട് കിട്ടുന്നില്ല, അതുപോലെ തന്നെ ബയോമെട്രിക് ടെസ്റ്റിൽ ലേറ്റ് ആയിട്ട് പരീക്ഷേന്റെ കാര്യങ്ങൾ കുറച്ച് അവതാളത്തിലാവുന്നു. ഇങ്ങനെ ഒരുപാടധികം കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളായിട്ട് 1 മിനിറ്റോ 2 സെക്കൻഡോ വൈകിട്ടുണ്ട് നമ്മളെ പ്രോപ്പർ ആയിട്ട് ഔട്ടാക്കും, പരീക്ഷ എഴുതാൻ വിടില്ല. അപ്പൊ ഇവരെ ഭാഗത്തു നിന്ന് ഒരു ഇഷ്യൂ വരുമ്പോൾ അതിന് എന്തുകൊണ്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യം ഉന്നയിക്കേണ്ട കാര്യം തന്നെയാണ്. സോ ഇത്രയധികം കാര്യങ്ങൾ ഈ ഒരു വെൻഡർ മാറിയപ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ SSC എക്സാം എഴുതരുതെന്നോ അല്ലെങ്കിൽ ഇത് ഭയങ്കര ടഫാണെന്നോ ഇതൊന്നും അല്ല പറഞ്ഞു വരുന്നത്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരിക്കണം, എന്നിട്ട് നമുക്ക് ഈ ഒരു എക്സാം നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചിരിക്കണം. ഇതാണ് ഞാൻ പോയിന്റ് ചെയ്ത് വരുന്നത്. സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഇത്രയും പ്രോബ്ലങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയിച്ചത് ഇതെല്ലാവരും അറിയണം. എന്നിട്ട് ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തീർച്ചയായിട്ടും ചെയ്യണം. ഇപ്പൊ നിലവിൽ നമുക്ക് SSCക്ക് മെയിൽ ചെയ്യാം, ഇത്ര നാളും ഞാൻ എക്സാം എഴുതിയ കൃത്യസ്ഥലത്തായിരുന്നു, ഇപ്പൊ മുതൽ എക്സാമിനേഷന് എഴുതാൻ പറ്റുന്നില്ല, അഡ്മിറ്റ് കാർഡ് ഡിലേ ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളത് SSCക്ക് മെയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാവരും അവെയർ ചെയ്തിട്ട് ഒരു സോഷ്യൽ പ്രഷർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കീഴിലുള്ള പ്രഷർ അവരുടെ മേലിൽ ചെലുത്തുക എന്നുള്ളതും തീർച്ചയായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്രയധികം കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. ലൈക്ക് ഈ സ്ട്രൈക്ക് ചെയ്യുന്ന പോലെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് തീർച്ചയായും നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. ഇതിലൂടെ നമുക്ക് നമ്മുടെ പ്രതിഷേധം അറിയിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഞാൻ അറിയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേരുടെ അക്കൗണ്ട് വരെ ഫ്രീസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പൊ അതൊരു പ്രോബ്ലം തന്നെയാണ്, സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് ചിലവരെങ്കിലും ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മളിത് അറിയേണ്ട കാര്യം തന്നെയാണ്. ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്.